ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ അബിയുടെ കള്ളത്തിരങ്ങ് സകലതും പൊട്ടി പുറത്തു വരാൻ പോകുന്ന ഒരു വിശേഷമാണ്. അതുപോലെ തന്നെ ആദർശിൻ്റെ നിരപരാധിത്വം എല്ലാവരും അംഗീകരിക്കുകയാണ്. ജലജയും ജാനകിയും അതുപോലെ തന്നെ നമ്മുടെ നവ്യയും ആദർശിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം സാക്ഷാൽ അന്നക തന്നെ കോമ സ്റ്റേജിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ട് വന്ന അനന്തപുരിയിൽ അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള സത്യം വിളിച്ചു പറയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോഴും അനഘ വന്നത് തുറന്നു പറയാണ്. അതോടുകൂടി നവ്യ അബിയെ ശരിക്കെടുത്തിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്തുമോള് അനന്തപുരിയിൽ എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴും അവിടെ അനാമികയും ജാനകിയും ജലജയും നവ്യയും ഒക്കെ അകൽച്ച കാണിക്കാൻ ആ കുഞ്ഞിനോട്. എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ചന്തുമോളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരികയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ചന്തുമോളെ എന്താന്ന് വെച്ചാൽ അബി കൊല്ലം വരെ സാധ്യതയുണ്ട്. അത് സ്വന്തം കുഞ്ഞാണ് എന്ന് എല്ലാവരും അറിഞ്ഞു കഴിയുമ്പം അതിനെ ഇല്ലാതാക്കാൻ വരെ അവൻ ശ്രമിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കണമെങ്കിൽ അബി ഇതൊന്നും അറിയരുതെന്ന് പറയുകയാണ് കേട്ടോ. അബിയുടെ കുഞ്ഞല്ല എന്നാണ് എല്ലാവരും വിചാരിക്കുന്നതെന്ന് അറിയണമെന്ന് മുത്തശ്ശനും പറയാണ്. അങ്ങനെയാണ് നമ്മുടെ ആദർശിനെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആദർശ് ആ DNA ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞാൽ അബിയുടെ മുമ്പിലേക്ക്. അതേസമയം അബിയാണ് എല്ലാവരുടെയും മനസ്സിൽ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതാരും അറിഞ്ഞിട്ടില്ലെന്നുള്ളൊരു ധാരണയിലാണ് അബി മുന്നോട്ട് പോകുന്നത്. എന്നാൽ നയനയും ആദർശും കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് തന്നെ കണ്ട് വളർത്താണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സ്നേഹമാണ്. ഒരു ദിവസം ചന്തുമോളുമായിട്ട് പുറത്ത് പോകണമെന്ന് നയന ആദർശിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയാണ്, എന്തിനാ ഈ കുഞ്ഞിനെയും കൊണ്ട് പുറത്തൊക്കെ പോകുന്നത്? അല്ല, മോക്കും എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ? നമുക്ക് പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് കുഞ്ഞിനെയും കൊണ്ട് പോകാം ആദർശേട്ടാ. അപ്പോൾ ആദർശ് സമ്മതിക്കുകയാണ്. ശരി, നിൻ്റെ ആഗ്രഹമല്ലേ, അതുപോലെ നടക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ആദർശും നയനയും കൊണ്ട് ചന്തുമോളെയും കൊണ്ട് പുറത്ത് പോവാണ്. പാർക്കിലൊക്കെ പോയി ചന്തുമോളെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ചന്തുമോളെ പോലും കുഞ്ഞു കുട്ടിയായിട്ട് തന്നെ നയന മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബീച്ചിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ബീച്ചിൽ പോകുമ്പോഴേക്കും അവിടെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ചന്തുമോൾക്ക് കൊടുക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ആദർശിനും സന്തോഷമാവാണ്. നയന സ്വന്തം കുഞ്ഞിനേക്കാളും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പം കേട്ടോ. പക്ഷേ അബി ഇങ്ങനെ ഒരു ചതി ചെയ്തതിൽ ആദർശിന് നല്ല ദേഷ്യമുണ്ട്. എന്നാൽ ചന്തുമോളോട് ആദർശിന് പഴയതിൽ സ്നേഹമാണ് കാണും കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അബിയുടെ ഗുണ്ടകൾ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ചന്തുമോളുമായിട്ട് നയനി ആദർശം എവിടെയൊക്കെയാണ് പോകുന്നത്, അനഘയെ കാണാൻ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ കാണുകയാണ് കേട്ടോ ചന്തുമോളും നയനി ആദർശവും കൂടി ബീച്ചിലൊക്കെ വന്നിരിക്കുന്നത്. ഉടനെ തന്നെ അവർ അബിയെ വിളിച്ച് പറയുന്നുണ്ട്, അബി നിൻ്റെ കൊച്ചിനെയും കൊണ്ട് വന്നിട്ടുണ്ട്, നിൻ്റെ ചേട്ടനും ഭാര്യയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതിനെന്താ, അവർ വരട്ടെ, അവരെവിടെയെങ്കിലും ആ കൊച്ചിനെയും കൊണ്ട് നടക്കട്ടെ. ഇപ്പോൾ ആദർശിൻ്റെ കൊച്ചാണെന്നാണ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. നയനയും അത് അംഗീകരിച്ച മട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയുകയാണ്. അപ്പം മറ്റവർ പറയുന്നുണ്ട്, ഇനി ആ കുഞ്ഞിനെയും കൊണ്ട് അനഘയെ കാണാനെങ്ങാനും അവർ വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഉടനെ അബിക്ക് ദേഷ്യം വരും. അബി പറയാണ്, അവർ കൊച്ചിനെയും കൊണ്ട് അനഘയെ കാണാനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എന്നെ വിവരം അറിയിക്കണം. അതുപോലെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ വരുമ്പം അനഘയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് കിട്ടിയാലോ, അതുപോലെ അയൽപക്കത്തുള്ള ആരെങ്കിലും ഈ ആദർശിൻ്റെ കുഞ്ഞല്ല എന്ന് അവരെ അറിയിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആകെപ്പാടെ അബിക്ക് ടെൻഷൻ ആകുകയാണ് കേട്ടോ. അതുപോലെ ഈ കുഞ്ഞിനെ എപ്പോഴും അനഘ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, അവൾക്ക് എന്തെങ്കിലും ചലനം സംഭവിക്കുമോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്നൊക്കെ അവർക്ക് താക്കീത് കൊടുക്കുന്നൊക്കെയുണ്ട്. ആകെ മൊത്തം എല്ലാവരും ആദർശിനെയാണ് പഴിക്കുന്നതെന്നൊക്കെ ഓർത്താണ് അബി ജീവിക്കുന്നതെങ്കിലും അബിയുടെ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ട്. അതേസമയം ആദർശിന് നല്ല നിശ്ചയമായ സ്ഥിതിക്ക് ആദർശ് ഈ വിവരം അനിയോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്തിനാ ആദർശേട്ടാ ഇനി ഇത് മറച്ചു വെക്കുന്നത്? അബി അവൻ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുള്ളൂ വീട്ടിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. പക്ഷേ എല്ലാവരും ആദർശനെതിരായതിൻ്റെ കാര്യം ഇങ്ങനൊരു കാര്യം സംഭവിച്ചു. അത് അവിടെ കണ്ട ആ ഫോട്ടോയും അതുപോലെ ആ കുട്ടിയുടെ ആളുകൾ പറഞ്ഞതും ഒക്കെ കേട്ടിട്ടാ ഇപ്പോൾ DNA ടെസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് കയ്യിലുള്ള സ്ഥിതിക്ക് ആദർശേട്ടൻ എന്തിനാ ഇത് മറച്ചു വെക്കുന്നത്? ഈ ഭാരവും കുറ്റവും എല്ലാം എന്തിനാ ആദർശേട്ടൻ തലയിലേറ്റുന്നത് എന്നൊക്കെ അനി ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ഞാനത് പറഞ്ഞേനെ, പക്ഷേ മുത്തശ്ശനും നയനിയൊക്കെ എന്നെ തടയുകയാണ് ചെയ്തത് എന്ന് പറയും.
പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറയും, പ്രായമായ മനസ്സല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാം, അതുകൊണ്ട് മാത്രമല്ല, ചന്തുമോൾ എൻ്റെ മകളല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനൊക്കെ അഭി ശ്രമിക്കുമെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നല്ല പേടിയുണ്ട്. അവരുടെയൊക്കെ ജീവൻ്റെ ഭാഗമായിരിക്കുക ചന്തുമോള്. അതുപോലെ നയനയ്ക്കും അവളില്ലാതെ ഇപ്പോൾ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. നയനയും പറയുന്നത്, ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ചെന്ന് പറഞ്ഞാൽ നവ്യയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമെന്നും, കുഞ്ഞുമായിട്ട് നവ്യ വന്നതല്ലേ ഉള്ളൂ, ഉടനെ തന്നെ എങ്ങാനും തിരിച്ചു പോയാലോ അവരുടെ ജീവിതം തകരില്ലേ, നവ്യയുടെ ജീവിതം തകർന്നാൽ അത് നയനയുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമാവുകയും ചെയ്യും. നയനയെ പോലെ അല്ലല്ലോ നവ്യ, എന്തും എടുത്തു ചാടി തീരുമാനം എടുക്കുന്നതല്ലേ, അതുകൊണ്ട് തൽക്കാലം ഇത് മറച്ചു വെക്കാനായിട്ട് നയനയെ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് മറച്ചു വെച്ചിരിക്കുന്നത്, പക്ഷേ അവനുള്ള പണി ഞാൻ പകരം കൊടുത്തിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ ആദർശ്. അപ്പോൾ അനി ചോദിക്കുകയാണ്, ഇനി എന്ത് പണി ആദർശേട്ടാ അവന് കൊടുക്കാനുള്ളത്? അവൻ ഇതിലും വലിയ പണി വല്ലതും കൊടുക്കാനുണ്ടോ? അവൻ ആ കുഞ്ഞിനെ കൂടി ചതിക്കുകയല്ലായിരുന്നോ? എന്തൊരു മനുഷ്യനാണ് അവൻ. അവൻ്റെ കുട്ടിയായിട്ട് പോലും അത് ആദർശൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അവന് കാണിച്ച ആ സാമർഥ്യം ഉണ്ടല്ലോ, അവനെയൊക്കെ അടിച്ച് കരണം പൊട്ടിക്കുക വേണ്ടത് എന്ന് അനി പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അനി അവനെ പൂട്ടാൻ വേറെ മാർഗങ്ങളും ഉണ്ട്. ഈ സത്യം എന്തായാലും എല്ലാവരും അറിയേണ്ടതാണെങ്കിൽ അതെങ്ങനെയെങ്കിലും അറിഞ്ഞിരിക്കും എന്ന് പറയാണ്. ഇനിയിപ്പം അവനെ പൂട്ടാൻ എന്ത് ചെയ്യാൻ ആദർശേട്ടൻ നോക്കുന്നത്? അതെ, ജ്വല്ലറിയിൽ അവൻ കാണിച്ച ക്രമക്കേടുണ്ടല്ലോ, അത് തെളിവ് സഹിതം പൂക്കും. അവൻ തന്നെയാണ് ആ കള്ളത്തരം ചെയ്തതെന്നുള്ളതിന് ഒരു സംശയമില്ല. സ്വർണ്ണക്കടത്ത് നടത്തി കള്ള സ്വർണം കൊണ്ടുവന്ന് നമ്മുടെ ജ്വല്ലറിയിലൂടെ വിറ്റഴിച്ചത് അവൻ തന്നെയാണ്. നമ്മുടെ ജ്വല്ലറിയുടെ പേരും പെരുമയും എല്ലാം നശിപ്പിക്കാൻ അത് കാരണമാണ്. ആ കുറ്റവാളി അവനാണെന്ന് തെളിഞ്ഞാൽ മുത്തശ്ശൻ അവനെ തൂക്കിയെടുത്ത് വെളിയിലെറിയും. ചന്തുമോൾ എൻ്റെ കുഞ്ഞായിട്ട് വളർന്നോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ജ്വല്ലറിയിൽ ഇവൻ കാണിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്തായാലും പുറത്തു വരണമെന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, അതെങ്ങനെ പുറത്തു വരാനാ? ഇതുവരെ ഒന്നും ആയിട്ടില്ല, ആകെ മൊത്തം എഴഞ്ഞ മട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാൾ അബിയുടെ തരക്കാരനാണെന്ന് തോന്നുന്നു. അബി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അയാൾ അതൊക്കെ മറച്ചു വെക്കുന്നത്. അന്വേഷണം ഒരു രീതിയിലും നീങ്ങുന്നില്ല. ആരെയും വിളിച്ച് ചോദ്യം ചെയ്തിട്ട് പോലുമില്ല. സ്റ്റാഫിനെ എല്ലാവരെയും ഒന്നും ചോദ്യം ചെയ്യാൻ ആ SI തയ്യാറായിട്ടില്ല. അബിയുടെ കയ്യിൽ നിന്ന് അയാൾ പണം വാങ്ങിയിട്ടുണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. അബി ഇതിലും വലിയ നാടകം കളിക്കും. അനഘയുടെ വീട്ടിൽ അന്ന് അരങ്ങേറിയ നാടകം അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അനി പറയാണ്, പിന്നെ എന്ത് ചെയ്ത് അബിയെ കൊടുക്കാമെന്ന് ആദർശേട്ടൻ വിചാരിക്കുന്നത്? അന്വേഷണം നീങ്ങാത്ത സ്ഥിതിക്ക് ഈ കേസ് തള്ളി അങ്ങ് പോവല്ലേ ഉള്ളൂ. അപ്പോൾ ആദർശ് പറയണ, അതൊന്നുമില്ല, മുത്തശ്ശനോട് പറഞ്ഞ് പുതിയ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കാൻ പറയും. മുത്തശ്ശന് മുകളിലൊക്കെ നല്ല പിടുത്തമാണ്, അതുകൊണ്ട് തന്നെ ആ കാര്യം മുത്തശ്ശൻ ചെയ്താൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു പുതിയ ഉദ്യോഗസ്ഥൻ വരും. അയാളെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ച് ഇതിൻ്റെ തെളിവുകളെല്ലാം കൊണ്ടുവന്ന് അബിയെ ഞാൻ പൂട്ടും. അവനിപ്പം മുത്തശ്ശൻ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയും ഇനി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബ്രാഞ്ചിൻ്റെ ചുമതല മാത്രമല്ല, ജുവലറിയിൽ നിന്ന് മുഴുവൻ അവനെ പുറത്താക്കും. അതുപോലെ അനന്തപുരി വീട്ടിൽ നിന്നും അവനെ ഇറങ്ങണം. നവ്യയുടെ ഭാവി ഓർത്തിട്ടാണ് നയന ഇതൊക്കെ പറയുന്നതെങ്കിലും ഇതുപോലൊരു കള്ളനെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അത് നമ്മുടെ കമ്പനിയിലായാലും ശരി, വീട്ടിലായാലും ശരി. ആദർശന് നല്ല ദേഷ്യമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, അതൊക്കെ നല്ലതിന് ആദർശേട്ടാ, എങ്ങനെയായാലും അവനെ പൂട്ടണം. ഇപ്പം അവൻ ഇങ്ങനെ ഇരിക്കട്ടെ, അവൻ എന്തെല്ലാം ഇനിയും ചെയ്ത് കൂട്ടുമെന്ന് അറിയാമല്ലോ ആ ചന്തുമോളെ വെച്ചിട്ട് എന്നൊക്കെ അനിയും പറയുന്നുണ്ട്. എന്നിട്ട് അനി പറയുകയാണ്, അതിലും വലിയൊരു കാര്യമല്ലേ വീട്ടിൽ നടക്കുന്നത്. നമ്മുടെ അനാമിക, അവൾ ആ നന്ദുവിനെ എന്തുമാത്രം ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയാവോ? ട്രെയിനിങ് ക്യാമ്പിൽ നന്ദുവിന് നല്ല രീതിയിൽ ട്രെയിനറുടെ കയ്യിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അയാൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് നന്ദുവിനെ. അതിനൊക്കെ കാരണം അനാമികയും അവളുടെ അച്ഛനുമാണെന്നാണ് നന്ദു പറയുന്നതെന്ന് പറയുക. അപ്പോൾ ഉടനെ ആദർശ് ചോദിക്കുക, അതെങ്ങനെയാ? ആ ട്രെയിനർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അതിന് നന്ദു അയാളുടെ കൈയും കാലും ഒക്കെ അടിച്ചോടിച്ചില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അതൊക്കെ അവൾ ചെയ്തു, എങ്ങനെ ചെയ്യാതിരിക്കും? അവളെ മനഃപൂർവ്വം ഓരോരോ ശിക്ഷകൾ കൊടുക്കുകയും കട്ടിയുള്ള എക്സസൈസ് കൊടുക്കുകയും മനഃപൂർവ്വം വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവളത് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ ട്രെയിനർ അനാമികയുടെ അച്ഛൻ വേണുവിനെ വിളിച്ച് സംസാരിക്കുന്ന അവൾ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, വേണുവും ആ ട്രെയിനറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ട്, അനാമികയുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് അയാൾ ചെയ്യുന്നത്. നന്ദുവിനെക്കുറിച്ച് ഒരു വല്ലാത്ത മോശമായ ഒരു ഇമേജാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വേണു അവിടെ. അതുകൊണ്ട് തന്നെ നന്ദു ഈ ക്യാമ്പ് പൂർത്തിയാക്കാതെ അവിടുന്ന് പുറത്താകണം എന്നുള്ളതാണ് അയാളുടെ ആഗ്രഹം. അത് സാധിച്ചു കൊടുക്കുകയാണ് ആ ട്രെയിനർ ചെയ്യുന്നത്. വ്യക്തമായ തെളിവുകൾ കുറേയൊക്കെ
നന്ദുവിന് ലഭിച്ചിട്ടുണ്ട്. ബാക്കി തെളിവുകളൂടെ ലഭിച്ചു കഴിയുമ്പം അവൾ ഇക്കാര്യത്തിൽ പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതിനായിട്ട് ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ ഒന്ന് സഹായിക്കേണ്ടി വരുമെന്നും നന്ദു പറഞ്ഞു എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അനിയോട് ആദർശ് പറയുന്നുണ്ട്, നീ എന്തിനാ നന്ദുവിനെ ഇങ്ങനെ എപ്പോഴും വിളിക്കുന്നത്? നിന്നോട് ഞങ്ങളെല്ലാം പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? കാര്യം അനാമികയുടെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അനാമികയുടെ പോക്കൊന്നും അത്ര ശരിയല്ലെന്നുള്ള കാര്യം എനിക്കും അറിയാം. പക്ഷെ നീ നന്ദുവിനെ ഇങ്ങനെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബമല്ലേ തകരുന്നത്? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യം നിനക്കറിയില്ലേ അനിയെന്ന് ചോദിക്കുമ്പം അനി പറയാ, ആദർശേട്ടൻ ഇക്കാര്യത്തിൽ മാത്രം എന്നോടൊന്നും പറയാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം നന്ദുവിനെ ക്യാമ്പിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ട്രെയിനറെ അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ ഒരുങ്ങാണ് നന്ദു കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, നീ കണ്ടില്ലേ അയാൾ വേണുവിനോട് സംസാരിച്ചതിൻ്റെ റെക്കോർഡ്സാണ് ഇതൊക്കെ. ഞാനിതെല്ലാം വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. വേണുവിനോട് എന്നെ ഈ ക്യാമ്പ് പൂർത്തിയാക്കാൻ അനുവദിക്കില്ലെന്നും ഇവിടുന്ന് പുറത്താക്കുമെന്നും ഞാനൊരു SI ആയിട്ട് പുറത്ത് വരില്ല എന്നൊക്കെ വ്യക്തമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യവും അയാൾ എന്നെ ഉപദ്രവിക്കുമ്പം ഞാൻ ഓർത്തിട്ടുണ്ട് ഇയാൾക്ക് എന്താ എന്നോട് ഇത്ര ശത്രുതയെന്ന്. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞപ്പോഴും അതിനുശേഷം ഈ ഫോൺ കോൾ ചെയ്യുന്ന കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി, ഇനി കുറച്ചുകൂടി തെളിവുകൾ എനിക്ക് ശേഖരിക്കണം. അതിനുശേഷം ഇയാൾക്കെതിരെ ഞാൻ പരാതി കൊടുത്തിരിക്കുമെന്ന് പറയാം. അപ്പോൾ കൂട്ടുകാരും പറയുന്നുണ്ട്, ശരിയാ, ഇതുപോലെ നമ്മളെ ഉപദ്രവിക്കുന്ന ഈ ട്രെയിനർ അയാൾ നമുക്ക് വേണ്ട, നമുക്ക് ഉടനെ തന്നെ പരാതി കൊടുക്കണം എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് ഞാൻ ആദർശേട്ടനോടും നയനേടത്തിയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അവിടെ മൂർത്തി മുത്തശ്ശന് മുകളിലൊക്കെ നല്ല പിടുത്താണ്. മുത്തശ്ശൻ വഴി നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനറെ സസ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് നന്ദു പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം അനാമികയും വേണുവും രേവതിയും ഭയങ്കര സന്തോഷത്തിലാണ്. അനന്തപുരിയിലാണെങ്കിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണ് കേട്ടോ. ആദർശിന് ഒരു അവിഹിത ബന്ധത്തിലൂടെ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എടി മോളെ, നീ നല്ല കറക്റ്റ് ചെല്ലേണ്ടടുത്ത് തന്നെയാണ് ചെന്നത്. അനന്തപുരിയിലെ കൊച്ചുമക്കളെക്കുറിച്ച് ആ മൂർത്തിക്ക് എന്തൊരു ഗമയാണ്. എൻ്റെ കൊച്ചുമക്കളെല്ലാം നല്ലവരാണെന്ന് പറയാണ്, മൂർത്തിയുടെ പിന്തുണക്കാരാണ്, അതുകൊണ്ട് മുത്തശ്ശനെ പോലെ തന്നെയാണ് അവരെന്നൊക്കെ പറയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ആദർശ്, അവൻ്റെ തനി സ്വഭാവം കണ്ടില്ലേ? ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പിന്നെ ആ അബി, അവൻ പണ്ടേ പഴയാണ്, അവൻ നമുക്ക് പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ നിൻ്റെ ഭർത്താവ് അനി, അവനും ദേ ഇപ്പോൾ ആ നന്ദുവിൻ്റെ പുറകെയല്ലേ പോകുന്നത്. അപ്പോൾ മൂന്നും കണക്കാ. തമ്മി ഭേദം ആദർശാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. അപ്പോൾ രേവതിയും പറയാ, അതെ, എങ്ങനെ ഇരുന്നാ എല്ലാവരും ആദർശിനെയും നയനെയും കണ്ടുപഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കണ്ടില്ലേ എന്ത് കണ്ടുപഠിക്കാനാണെന്ന്. ഹോ എൻ്റെ പൊന്നു മോളെ. അപ്പോൾ അനാമിക പറയാണ്, ഇതൊക്കെ ഒരു നല്ല അവസരമാണ്. അവളുമാരൊക്കെ ഒരുപാട് നെകളിച്ചു, നവ്യയും നയനയും നന്ദുവും ഒക്കെ. ഇപ്പം നവ്യയുടെയും നയനയുടെയും നേരെ നിന്ന് പറയാനുള്ള കാരണങ്ങളൊക്കെ എനിക്കായി. നവ്യയ്ക്ക് പണ്ടേ അബി അവളെ സ്നേഹിക്കാറേ ഇല്ല. ഇപ്പം അവൻ അടുത്ത് പറ്റിക്കൂടിയിരിക്കുക. എന്തോ അവൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ അച്ഛാ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദർശ് ഏതു നേരവും എനിക്ക് ആദർശേട്ടനെയും നയനേടത്തെയും കണ്ടുപിടിക്കുന്നു പറഞ്ഞതാ. ഇപ്പം എനിക്ക് വായിൽ തോന്നിയത് പറയാൻ 2-3 കാര്യങ്ങളായല്ലോ. അത്രയും സന്തോഷം. അനന്തപുരി തറവാട് ഇങ്ങനെ ഞെരിയണം. അവിടുത്തെ സ്വത്തുക്കൾ എൻ്റെ കയ്യിലാവണം. അതിനുശേഷം കരിയേപ്പില പോലെ ഞാൻ അനിയെടുത്ത് എറിഞ്ഞിട്ട് അവിടുന്ന് പോവും. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. പിന്നെ ആ നന്ദു എന്ന് പറഞ്ഞ അവളും അനിയും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി, നന്ദു അനിയെ ഒന്നിക്കുകയല്ല. അതിന് ഞാൻ പിന്നെയും വേറെ കളികളൊക്കെ കളിക്കും. അച്ഛാ, എന്തായി അവളുടെ ട്രെയിനിങ് ക്യാമ്പിലെ കാര്യങ്ങൾ? മധു സാർ എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ വേണു പറയാണ്, എടി, അവളെ ഇട്ട് ചട്ടിയിലിട്ട മധു വറുത്തോണ്ടേ ഇരിക്കുകയാണ്. അവൾക്ക് അവിടെ നല്ല ട്രെയിനിങ്ങിന് നല്ല ഉപദ്രവം കിട്ടുന്നുണ്ട്. അവൾ അതെല്ലാം സഹിച്ച് നിൽക്കുകയാണ്. അപ്പം രേവതി പറയാം, അതെ, അവളുമാർക്കൊക്കെ നല്ല ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ സഹിച്ചും ഒക്കെ നിന്ന് അവൾ എങ്ങനെയെങ്കിലും ഒരു SI ആയിട്ട് വരും. അപ്പോൾ വേണു പറയാ, അതിന് മധു അനുവദിച്ചാലല്ലേ ഉള്ളൂ. ആ ട്രെയിനിങ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു ട്രാപ്പിൽ പെടുത്തി അവളെ അവിടുന്ന് പുറത്താക്കും. എന്തെങ്കിലും ക്യാമ്പിൽ അനീതിയായിട്ട് കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവളെ പുറത്താക്കാൻ തന്നെയാണ് മധുവിൻ്റെ പ്ലാൻ. അതുകൊണ്ട് അവൾ SI ആകുമെന്നോർത്ത് മോള് വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ അനാമിക പറയാ, അവൾ SI ആയ എനിക്ക് മാത്രമല്ല കേട്ടോ വിഷമം,
അച്ഛാ, അച്ഛൻ്റെ പല കള്ളത്തരങ്ങളും പുറത്തു വരും. നമ്മൾ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത കഥ അവൾക്കും അവളുടെ ചേച്ചിമാർക്കും അറിയാം. ഇപ്പം അവളുമാർ പറഞ്ഞാൽ അത് ആരും വിശ്വസിച്ചില്ലെങ്കിലോ എന്നോർത്ത് മിണ്ടാതിരിക്കുന്നതാ. പക്ഷേ ഇനി SI ആയിട്ട് വന്ന അച്ഛൻ്റെ കേസ്, ഫ്രോഡ് കേസുകളെല്ലാം പൊക്കിയെടുക്കും. അതുപോലെ ഈ പാലിൻ്റെ കേസും. പിന്നെ നമ്മൾ അകത്ത് കിടന്ന് അഴിയെണ്ണും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അനാമികയും പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബി ഇങ്ങനെ വിളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്ങനെയായാലും ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോള്. അപ്പം കിട്ടുന്ന അവസരത്തിലെല്ലാം ആദർശിനെ കുറ്റപ്പെടുത്താനും ഒക്കെ അബിയും ജലജയും ജാനകിയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നവ്യയും. നവ്യയ്ക്ക് ആദർശിനോട് കടുത്ത വെറുപ്പാണ്. അതുപോലെ നയനിയോടും ദേഷ്യമുണ്ട് കേട്ടോ, ആദർശിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ചന്തുമോള് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുന്നത് പോലും നവ്യയ്ക്ക് ഇഷ്ടമില്ല. ഏത് നേരവും ഇപ്പോൾ അബിയെ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് നമ്മുടെ അനഘയ്ക്ക് ഒരു ചെറിയ മാറ്റമൊക്കെ വരുന്നത്. അനഘ സ്വയം കൈയും കാലും ഒക്കെ ഒന്ന് അനക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഈ സെർവൻ്റ് ഇത് കാണുന്നുണ്ട്. സെർവൻ്റ് അനഘയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൈയും കാലും ഒക്കെ അനങ്ങുന്നുണ്ടല്ലോ, എന്താ കുട്ടി സംസാരിക്കുമോ എന്ന് ചോദിക്കുമ്പം അനഘ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റും ചേച്ചി, 2 ദിവസമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഞാനൊന്നും അങ്ങോട്ട് സംസാരിക്കാതിരുന്നതാ എന്ന് പറയുമ്പോൾ അവർ പറയാണ്, അയ്യോ ഇത് വലിയ കാര്യമായാലും ഞാൻ ഡോക്ടറെ വിളിച്ച് പറയട്ടെ, അതുപോലെ തന്നെ മൂർത്തി സാറിനെ വിളിച്ച് പറയട്ടെ, അനഘമോക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ അവരോടൊക്കെ പറയണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അനഘ പറയാം, ചേച്ചി തൽക്കാലം ഇത് ആരോടും പറയാൻ പോകണ്ട, ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ തീർക്കാൻ വേണ്ടി ഇവിടെ പലരും കാവൽ നിൽക്കുന്നുണ്ട്. എൻ്റെ കയ്യോ കാലോ ചലിക്കുകയോ ഞാനൊന്ന് സംസാരിക്കുകയോ ചെയ്താൽ എൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പലരും ഉണ്ട്. മരിക്കാൻ എനിക്ക് പേടിയില്ല, മരണത്തിന് ദിവസങ്ങൾ എണ്ണി കഴിയുന്നവളാണ് ഞാൻ. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള വിവരം അനന്തപുരിയിൽ പറയണം. അപ്പം ഇപ്പോൾ അത് ആദർശിൻ്റെയും നയനയുടെയും തലയിലാണ് വച്ച് കെട്ടിയിരിക്കുന്നത്. ആദർശിൻ്റെ തലയിൽ നിന്ന് അതെടുത്ത് അബിയുടെ തലയിൽ തന്നെ വയ്ക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമാണ്. അതിനുശേഷം ഈ ഭൂമി വിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറയാണ് അനഘ. അപ്പം ജോലിക്കാരി പറയുന്നുണ്ട്, മോളെ അപ്പം ആദർശല്ലേ, അബിയാണോ കുഞ്ഞിൻ്റെ അച്ഛൻ? അപ്പം അനഘ കാര്യങ്ങളെല്ലാം ജോലിക്കാരിയോട് പറയാണ് കേട്ടോ. അതേ ചേച്ചി, അബിയാണ്, അവനെ എന്നെ ചതിച്ചത്. അതിനുശേഷം ഞാൻ വിദേശത്ത് പോയി കുഞ്ഞിനെ വളർത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ അസുഖം വന്നതും പിന്നീട് ഞാൻ പല പ്രാവശ്യം അവനെ വിളിക്കുകയും കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കാമെന്ന് പറയുകയും ചെയ്തതാ. പക്ഷേ അവനതൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവസാന നിമിഷം മൂർത്തി മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഞാൻ പോയതാ. ആ സമയത്ത് അബിയും അവൻ്റെ ഗുണ്ടകളും കൂടി വന്നാണ് എൻ്റെ വാ പൊത്തിപ്പിടിച്ചതും എന്നെ ഈ മൃതപ്രായയാക്കി ഇതുപോലെ ഒരു കോമ സ്റ്റേജിലേക്ക് ആക്കുകയും ചെയ്തത്. ഞാൻ മരിച്ചെന്ന് എല്ലാവരും വിധി എഴുതിയതാ. പക്ഷേ ഈ ഒരു ദൗത്യം നിറവേറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ജീവനോടെ വന്നത്. എന്നിട്ട് ഇത്രയും നാളും ഇങ്ങനെ ഒരു കോമാ സ്റ്റേജിൽ കിടന്നിട്ട് ഇപ്പം എനിക്ക് സംസാരിക്കാനും കൈകളും കാലുകളും ഒക്കെ അനക്കാനും നടക്കാനും ഒക്കെ പറ്റുന്നത് എന്ന് പറയുമ്പോൾ ജോലിക്കാരിക്ക് അങ്ങ് അത്ഭുതം തോന്നുക. അപ്പോൾ ജോലിക്കാരി പറയുന്നുണ്ട്, ഞാൻ മൂർത്തി സാറിനോടെങ്കിലും ഒന്ന് വിളിച്ച് പറയട്ടെ. വേണ്ട ചേച്ചി ഇത് വിളിച്ച് പറയുമ്പം ഇത് കേൾക്കാൻ കുറേ കഴുകൻ കണ്ണുകൾ ഈ ചുറ്റുമുണ്ട്. പക്ഷേ ഞാനൊന്ന് നോർമലായാൽ ഞാൻ അപ്പോൾ തന്നെ ഞാൻ അനന്തപുരിയിൽ എത്തുകയും അബിയുടെ കള്ളത്തരം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അവനിപ്പം നല്ലവനായിട്ട് അവൻ്റെ കുഞ്ഞിനെ ലാളിച്ച് ജീവിക്കുകയല്ലേ. അങ്ങനെ വേണ്ട, പാവം ആദർശിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആദർശ് ഒരു പാവമാണ്. ആദർശ് കുഞ്ഞിൻ്റെ അച്ഛനല്ലെന്ന് അറിഞ്ഞിട്ടും അത് അവിടെ എതിർക്കാനോ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് പോലും അബിയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോയിട്ടില്ല. അത് നവ്യയുടെ ജീവിതം ഓർത്തിട്ടായിരിക്കും ചിലപ്പം. പക്ഷേ എനിക്കതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അബിയാണ്, അത് എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്തണം എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ് എന്ന് പറയുമ്പം ജോലിക്കാരി പറയുക, ശരിയാ, ഞാൻ ഈ വിവരം ആരോടും പറയുന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം, പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ വന്ന് കുഞ്ഞിൻ്റെ ബന്ധുക്കളെന്ന് പറഞ്ഞ് പലരും ചോദിക്കുന്നത് കാലനങ്ങിയോ കൈയനങ്ങിയോ എന്നൊക്കെയാണ്. അപ്പോൾ അനഘ പറയാണ്, അവരൊക്കെയാണ് എൻ്റെ യഥാർത്ഥ ശത്രുക്കൾ. അവരൊക്കെ അബി പറഞ്ഞു വിട്ടിരിക്കുന്ന ആൾക്കാരാ. ഞാനിവിടെ ചലനശേഷി വീണ്ടെടുക്കുവോ എന്നെ നാവ് ചലിക്കാൻ തുടങ്ങുകയോ ചെയ്താൽ എന്നെ തീർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചേച്ചിയോട് പോലും ഞാൻ 2-3 ദിവസമായിട്ട് ഈ കാര്യം പറയാതിരുന്നത്. അപ്പോൾ അവർ പറയാണ്, ഇല്ല മോളെ, ഞാൻ എന്തായാലും മോൾക്ക് കട്ട സപ്പോർട്ടുണ്ട്, ഇനി ആരും വരാതെ നമുക്ക് ശ്രദ്ധിക്കണമെന്ന് പറയാണ്. അങ്ങനെ അനഘ സംസാരിക്കാൻ തുടങ്ങിയതും നടക്കാൻ തുടങ്ങിയതും ഒന്നും ആരും അറിയുന്നില്ല. ജോലിക്കാരിയോട് സത്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ അവരും കട്ടയ്ക്ക് നിൽക്കുകയാണ് കേട്ടോ അബിയുടെ കള്ളത്തരം പൊളിക്കാനായിട്ട്. അങ്ങനെ ഒരു ദിവസം അനഘ ജോലിക്കാരിയോട് പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും ഞാൻ അനന്തപുരിയിലേക്ക് പോവാണ്. കാരണം എൻ്റെ അസുഖം, എൻ്റെ ബ്രെയിൻ ട്യൂമർ അത് കൂടിക്കൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് എപ്പോഴാണ് ജീവൻ നഷ്ടപ്പെടുക എന്നറിയില്ല എന്ന് പറയാണ്.
അപ്പോൾ ജോലിക്കാരി സപ്പോർട്ട് ചെയ്ത് അനഘ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് അവിടെ അബിയും നവ്യയും എല്ലാവരും ഉണ്ട്. അനഘ നേരെ കയറി ചെല്ലുകയാണ്. അപ്പോൾ അനഘ കയറി ചെല്ലുന്നത് കാണുന്നത് നമ്മുടെ നയനയാണ്. അപ്പോൾ നയന അത്ഭുതത്തോടെ നോക്കുകയാണ് കേട്ടോ. കോമാ സ്റ്റേജിൽ കിടന്ന അനഘയല്ലേ ഈ വരുന്നത് എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അനഘയോട് ചോദിക്കുന്നുണ്ട് നയന, എന്താ അനഘയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാൻ സ്വപ്നമാണോ കാണുന്നത്? ഇത് എപ്പോൾ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുക. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, ആരാ നയന ഇതേതാ ഈ പെൺകുട്ടി എന്ന് ചോദിക്കുക. അപ്പോഴാണ് നമ്മുടെ അബി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. അബി ഇറങ്ങി വരുമ്പോഴേക്കും അനഘയെ കാണുമ്പോഴേക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്, പണി പാളിയില്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴേക്കുമാണ് അനഘ അബിയോട് ചോദിക്കുക, അബി നിനക്കെന്നെ മനസ്സിലായോ? അപ്പോൾ അബി ചോദിക്കുക, ആരാ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓ എനിക്കറിയാം, അനഘയല്ലേ, ചന്തുമോളുടെ അമ്മ, ആദർശിൻ്റെ ആദ്യത്തെ ഭാര്യ അല്ലേ? അപ്പോൾ ഒറ്റയടി കൊടുക്കുകയാണ് അനഘ അബിക്കിട്ട്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ ഈ പെൺകുട്ടി വന്നിട്ട് അബിയെ അടിക്കുന്നതിന് കാര്യം എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഉള്ള സത്യങ്ങളെല്ലാം അനഘ വിളിച്ച് പറയുകയാണ് കേട്ടോ. അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് നവ്യയോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഇവൻ എല്ലാവരെയും പറ്റിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷേ ആദർശനും നയനയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സത്യം അറിയാമെന്നുള്ള കാര്യം ഇവൻ അറിഞ്ഞില്ല. അപ്പം നവ്യ പറയാം, ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അത് വിശ്വസിക്കണം ചേച്ചി, അതാ സത്യം. അപ്പോൾ അനഘ പറയാണ്, ഒരു DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ആദർശിൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആദർശിൻ്റെ മനസ്സിൻ്റെ നന്മ കാരണം നിൻ്റെ കുടുംബം തകരുണ്ടല്ലോ എന്നോർത്താ അത് കൈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദർശ് അതുകൊണ്ട് കാണിക്കുന്നുമുണ്ട്. അപ്പം നവ്യയ്ക്ക് എല്ലാം ബോധ്യമാവാണ്. നവ്യ അബിയുടെ കുത്തിന് പിടിക്കുക. എന്നിട്ട് പറയാം, എടാ പെരുങ്കള്ള, നീയാണല്ലേ ചന്തുമോളുടെ അച്ഛൻ, നീ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് നീ ആ കുഞ്ഞിൻ്റെ പ്രതിർത്ഥം ആദർശേട്ടൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കിയില്ലേടാ നാണം കെട്ടവനെ. ഇനി നിന്നെ എനിക്ക് കാണണ്ട. ഞാൻ ആദ്യം മുതലേ സംശയിച്ച ഇതൊക്കെ, പക്ഷേ നീ അല്ലായിരിക്കും എന്ന് 100 പ്രാവശ്യം മനസ്സിൽ വിചാരിച്ചു. ഈ അടുത്ത കാലത്തുള്ള നിന്റെ സ്നേഹത്തിൻ്റെ അർത്ഥം ഇതായിരുന്നല്ലേടാ ചതിയ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. അബിയെ ഇനി പുറത്താക്കും മുത്തശ്ശൻ, കാരണം സത്യങ്ങൾ അറിഞ്ഞല്ലോ. അതോ ഈ ചിലപ്പോൾ പുറത്താക്കില്ലായിരിക്കും, അവിടെ തന്നെ നിർത്തുമായിരിക്കും. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്